ഈശോമിശിഹായിരിക്കട്ടെ. നമ്മൾ ഈ പരമ്പരയുടെ നാലാമത്തെ ഭാഗത്ത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ദർശനം കണ്ടവളും അത് നമുക്ക് വേണ്ടി പകർത്തി എഴുതിയവളുമായ വാൾത്തോർത്തായുടെ ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് അല്പം ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കും. നമുക്കറിയാം, ദൈവം തൻ്റെ വിശുദ്ധരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വയം ശൂന്യവൽക്കരണം, സ്വാർത്ഥതയെ ത്യജിക്കല്. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കല്. വിശുദ്ധിയായി നാമകരണം ചെയ്തില്ലെങ്കിലും വാൾത്തോർത്തായിൽ ഈ രണ്ട് ഗുണങ്ങളും അതിശ്രേഷ്ഠമായിട്ടുണ്ടായിരുന്നു. ഒരു വലിയ വിശുദ്ധയെ പോലുള്ള ജീവിതം കുഞ്ഞുനാളിൽ മുതൽ അവൾ ജീവിച്ചിരുന്നു. അവൾ 1897 മാർച്ച് 14 ഇറ്റലിയിലുള്ള കസേർത്ത എന്ന സ്ഥലത്ത് ജോസഫ് എന്ന മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെയും ഇസദ എന്ന ഫ്രഞ്ച് അധ്യാപികയുടെയും മകളായിട്ട് ജനിച്ചു. ജനിക്കുമ്പോൾ തന്നെ അവൾ മരണത്തോട് അതിശക്തമായി പൊരുതിയാണ് ജനിച്ചത് തന്നെ. അവിടെ ജീവിതത്തിലുടനീളം ഈ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. പിതാവ് ജോസഫ് സൗമ്യനും സ്നേഹശീലനും ഒന്നിനും ആധിപത്യം സ്ഥാപിക്കാത്തവനുമാണെങ്കിൽ, അമ്മ ഇസദ ഇതിന് നേരെ വിപരീത സ്വഭാവക്കാരിയായിരുന്നു. കടുംപിടുത്തക്കാരിയും പരുക്കൻ സ്വഭാവക്കാരിയും ഞാൻ എല്ലാം ശരി എന്നുള്ള ധാരണയിൽ ജീവിക്കുന്നവളും ആധിപത്യം സ്ഥാപിക്കുന്നവളുമായിരുന്നു. അവിടെ ജീവിതം ഇതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വന്നു. പിതാവ് ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നതിനാലും കൂടെ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായിരുന്നതിനാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാലും പലപ്പോഴും മാറി താമസിക്കേണ്ടി വന്നതിനാൽ ഒറ്റയ്ക്ക് അവൾ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതിനാൽ അവളെ ഒരു ബോർഡിങ്ങിൽ ആക്കി. ഉണ്ണിമേരിയുടെ ഹോബി സഹോദരികൾ നടത്തുന്ന ആ ബോർഡിങ്ങിൽ അവൾ ക്ലാസ്സിൽ ഏറ്റവും സുന്ദരമായി എല്ലാ വിഷയങ്ങൾക്കും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ചിട്ടയോടും വിധേയത്വത്തോടും അച്ചടക്കത്തോടും കൂടി അവൾ അവിടെ ജീവിതം ആസ്വദിച്ചു. അവൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ കാത്തിരുന്ന ആ സ്നേഹരാഹിത്യം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അവൾ ശിശുപ്രായത്തിൽ തന്നെ ഉള്ളിലൊതുക്കുകയായിരുന്നു. എങ്കിലും 4.5 വയസ്സായ ആ കുട്ടി കർത്താവിൻ്റെ സഹനം, കർത്താവിനെ സ്നേഹിക്കല്, അങ്ങനെ കർത്താവിനെ ആശ്വസിപ്പിക്കല്, ഒരു തിരുക്കുരിശ് കാണുമ്പോൾ അതിൽ നിന്ന് ചിന്തിയ രക്തത്തിൻ്റെ ആ പാടുകൾ കാണുമ്പോൾ ആ കുഞ്ഞു മനസ്സിലെ വേദന, ഈശോയെ എന്നെ ഞാൻ വേദനിപ്പിക്കില്ല, ആശ്വസിപ്പിക്കാം, അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു അവിടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. വീട്ടിൽ കാത്തിരിക്കുന്ന ആ സ്നേഹരാഹിത്യത്തെ അവൾ ആത്മശക്തി കൊണ്ട് നേടുവാൻ അവളൊരു നല്ലൊരു ധ്യാനത്തിൽ, ഒരു ബിഷപ്പ് അവർക്ക് വേണ്ടി ചെയ്ത ഒരു ധ്യാനത്തിൽ അവൾ പങ്കെടുത്തു. അവൾ ആത്മവിശ്വാസം നേടി എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ആത്മശക്തി അവൾ നേടുകയായിരുന്നു. അവളെ ഔപവി സഹോദരികളെ വാൾത്തോർത്തിന എന്ന ഓമന പേരിൽ, വാത്സല്യ പേരിലാണ് അവളെ വിളിച്ചിരുന്നത്. പക്ഷേ തൻ്റെ വീട്ടിൽ കാത്തിരിക്കുന്ന ആ വലിയ ശൂന്യതാബോധം അവളെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒരു വശത്തുകൂടി അതിൻ്റെ ദുർബലതയും, മറുവശത്ത് ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്ന ആത്മബലവും അവൾ ഒരുപോലെ നേടി.
വീട്ടിലായിരിക്കുമ്പോൾ വല്ലപ്പോഴും ഉല്ലാസയാത്രയ്ക്ക് കടൽ തീരത്തേക്കും വനത്തിലേക്കും പോകുന്നതും ദിവസവും സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവൾ സമയം കണ്ടെത്തി ആ ദിവ്യനാഥൻ്റെ ആരാധനയിൽ പങ്കെടുക്കുന്നതും അതുമാത്രമായിരുന്നു അവിടെ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ. ഈ ധ്യാനത്തിലൂടെ അവൾ അവളുടെ ജീവിതത്തിന് രൂപവും ലക്ഷ്യവും എല്ലാം ആത്മീയമായി അനുഭവിക്കാൻ തുടങ്ങി. കർത്താവിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു, കർത്താവ് സ്വീകരിക്കുകയും ചെയ്തു. അതായിരുന്നു അവിടെ ജീവിതത്തിലെ പിന്നീടുള്ള ആ ശൈലി. അവൾ തൻ്റെ 19-ാമത്തെ വയസ്സിൽ ഒരിക്കൽ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ ദിവ്യനാഥൻ അവിടെ അടുത്ത് വന്നു. ആദ്യം അവളോട് പിണങ്ങി, പിന്നീട് അവളെ പ്രോത്സാഹിപ്പിച്ച് ആത്മധൈര്യം കൊടുത്ത് തൻ്റെ ആ പാപമോചനത്തിൻ്റെ ആശീർവാദം കൊടുത്തപ്പോൾ അവളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നത് അവർക്ക് തന്നെ അനുഭവപ്പെട്ടു. അവൾ ഉണർന്നത് ആ ദിവ്യപ്രകാശത്തിലെ ആ ഒരു പുതുമയുടെ ആത്മശക്തിയുടെ ആ വെളിപാടിലാണ് അവൾ ഉണർന്നത്. നമ്മൾ ഈ ധ്യാന പരമ്പര തുടങ്ങുന്നത് 2025 ജനുവരി 28 അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് 1925 ജനുവരി 28 അവിടെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ സ്വയംകൃത ചരിതം അവൾ ഒറ്റ ഇരിപ്പിൽ വായിച്ചു. ആ വിശുദ്ധയെ പോലെ ആ കരുണയുടെ സ്നേഹത്തിന് സ്വയം വിട്ടുകൊടുക്കുന്ന വലിയ അനുഭവം അവളുടെ ജീവിതത്തെ അത് ആത്മീയമായിട്ട് വലിയ പ്രകാശത്തിലേക്ക് നയിച്ചു. അവൾ അവിടുന്ന് എഴുന്നേൽക്കുന്നത് തന്നെ കൊച്ചു ത്രേസ്യായെ പോലെ വലിയൊരു വിശുദ്ധയാകുവാൻ, സഹനത്തിൽ കൂടി സ്നേഹത്തിൽ കൂടി ദൈവത്തിന് പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ധാരാളം ആത്മാക്കളെ നേടുവാനുള്ള വലിയ തീഷ്ണതയോടുകൂടി അവൾ അവിടുന്ന് എഴുന്നേറ്റത്. തൻ്റെ ആ സമർപ്പണം അവൾ എന്നും ആവർത്തിക്കുമായിരുന്നു.